കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോമ്പസ് സർവേ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിപ്പും ഡിക്ലിനേഷനും പഠിച്ചിരുന്നു. ഡിപ്പും ഡിക്ലിനേഷനും. അപ്പോൾ എന്താണ് ഡിപ്പ്, എന്താണ് ഡിക്ലിനേഷൻ? ഡിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു കോമ്പസ് ഇപ്പോൾ ഇത് കോമ്പസിൻ്റെ ആ നീഡിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ നീഡിൽ നമുക്കറിയാം ഇതൊരു റൗണ്ട് ആയിട്ടുള്ള ഒരു ഇതിനകത്താണ് ഇരിക്കുന്നത്, അല്ലേ? ബോക്സിനകത്താണ് ഇരിക്കുന്നത്. ബ്രാസിൻ്റെ ബോക്സ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ റൗണ്ട് കോമ്പസ് കണ്ടിട്ടില്ലേ? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കൈ വെച്ച് നമുക്ക് നോർത്ത് സൗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും ആ നീഡിൽ കറങ്ങി എങ്ങനെ വന്ന് നിൽക്കൂ, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ പോയിന്റ് ചെയ്ത് മാത്രമേ നിൽക്കാറുള്ളൂ. അപ്പോൾ അതാണ് അതാണ് കോമ്പസ്. അപ്പോൾ ഇനി ഡിപ്പ് എന്താണെന്ന് അറിയണം. ഈ ഡിപ്പാണെങ്കിലും ഡിക്ലിനേഷൻ ആണെങ്കിലും അത് രണ്ടും ഒരു ചെറിയ വേരിയേഷനെ സൂചിപ്പിക്കുന്നതാണ്, ഒരു എററാണ്. ഡിപ്പാണെങ്കിലും ഡിക്ലിനേഷൻ ആണെങ്കിലും. അപ്പോൾ അത് നമ്മൾ ഈ ഡിപ്പ് എന്ന് പറയുമ്പോൾ ഈ സൂചി ഇങ്ങനെ കറക്റ്റ് ഹൊറിസോണ്ടലിന് കറക്റ്റ് ഇങ്ങനെ പാരലായിട്ട് വേണം നിൽക്കുക, ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കണം. ചിലപ്പം ചില നീഡിൽ ഇങ്ങനെ ഇച്ചിരി താന്ന് നിൽക്കും, മനസ്സിലായോ? ചെറിയൊരു ചരിവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതാണ് ഡിപ്പ്. ചിലപ്പോൾ പൊങ്ങി നിൽക്കും, അപ്പോഴും ചെറിയൊരു ചരിവ് ഇവിടെ ഉണ്ടായി. അപ്പോൾ അതാണ് എന്ത് ഡിപ്പ്. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ, ഈ ചെറിയ ചരിവിൽ മേക്ക് ചെയ്തേക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് ഡിപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും വരണമെന്നൊന്നും ഇല്ല. പിന്നെ ഡിക്ലിനേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഡിക്ലിനേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? രണ്ട് നമ്മുടെ എർത്തിന് ട്രൂ മെറിഡിയനും ഉണ്ട്, മാഗ്നറ്റിക് മെറിഡിയനും ഉണ്ടെന്ന് പഠിച്ചു. അപ്പം ഇതാണ് എർത്തിൻ്റെ ട്രൂ മെറിഡിയൻ ഇരിക്കട്ടെ. ഈ ട്രൂ മെറിഡിയൻ ഇങ്ങനെ നിൽക്കുന്നു, പക്ഷേ മാഗ്നറ്റിക് മെറിഡിയൻ ഇങ്ങനെ നിൽക്കുക. എന്ന് വെച്ചാൽ ചെറിയൊരു മാഗ്നറ്റിക് മെറിഡിയൻ മാറുന്നതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പം അതിന് അടുത്ത് എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഓരോ സ്ഥലത്തും മാഗ്നറ്റിക് മെറിഡിയന് വ്യത്യാസം വരാം. ട്രൂ മെറിഡിയനിൽ നിന്ന് ചെറിയ 2 ഡിഗ്രി ഒക്കെ വ്യത്യാസം വരാം. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവുന്നു? ആ ലോക്കൽ അട്രാക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. അടുത്തിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഇൻഫ്ലുവൻസ് മൂലം നീഡിലിനുണ്ടാവുന്ന ഡിഫ്ലക്ഷനെ പറയുന്ന പേരാണ് ലോക്കൽ അട്രാക്ഷൻ. അത് നമ്മൾ പഠിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ ട്രൂ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിൽ മേക്ക് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ഇങ്ങനെ ആയിരുന്നു നിൽക്കേണ്ടിയിരുന്നത്, കറക്റ്റ് പാരലായിട്ട്. പക്ഷെ അങ്ങനെ അല്ല, ഇച്ചിരി ചരിഞ്ഞാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ വയ്ക്കുമ്പോൾ ഇവിടെ ഇടയിൽ ഒരു ആംഗിൾ വന്നില്ലേ? ആ ആംഗിളിനെ പറയുന്നതാണ് എന്ത്? ഡിക്ലിനേഷൻ. ഈ ഡിക്ലിനേഷൻ എന്ന് പറയുമ്പോൾ ഇത് ട്രൂ മെറിഡിയൻ. ഇത് ഇങ്ങോട്ടും ചരിയാം, ഇങ്ങോട്ടും ചരിയാം. ചരിഞ്ഞൂടെ? ഇതെന്താ? ഏത് ഡയറക്ഷൻ? നമ്മുടെ വലത്തെ സൈഡാകുമ്പം ഈസ്റ്റ്, ഇടത്തെ സൈഡാകുമ്പം വെസ്റ്റ്. മനസ്സിലായോ? ഈസ്റ്റ് ഡിക്ലിനേഷനും വെസ്റ്റ് ഡിക്ലിനേഷനും എങ്ങോട്ടാണ് അതിൻ്റെ മാഗ്നറ്റിക് മെറിഡിയൻ്റെ ചരിവ് എന്നതിനനുസരിച്ചാണ് ഡിക്ലിനേഷന് മാറ്റം വരുന്നത്. അപ്പോൾ അതാണ് ഡിക്ലിനേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇതൊന്നുമല്ല, ഡിക്ലിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലമാണ്. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ എന്താണ് ഒരു ഇക്വേഷൻ പഠിച്ചിരുന്നു, അല്ലേ? 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കുന്നതും മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കുന്നതും 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. മാഗ്നറ്റിക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇപ്പോൾ രണ്ടും നിങ്ങൾ നോക്കി, രണ്ടും ഒരേപോലെ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടെന്നല്ലേ ഉള്ളൂ. അതെ, പക്ഷേ നമ്മൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഒരു ലൈനിൻ്റെ ട്രൂ നമുക്ക് മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്, ഡിക്ലിനേഷനും തന്നിട്ടുണ്ട്. ഈ ഡിക്ലിനേഷൻ തരുമ്പോൾ എപ്പോഴും ഈസ്റ്റോ വെസ്റ്റോ ഏതെങ്കിലും ഒരെണ്ണം കാണും മതി. ഒന്നുകിൽ 2 ഡിഗ്രി ഈസ്റ്റ് അല്ലെങ്കിൽ 2 ഡിഗ്രി വെസ്റ്റ് എന്നായിരിക്കും തന്നിരിക്കുന്നത്. അപ്പം ഡിക്ലിനേഷനും മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്. ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നെങ്ങനെ കണ്ടുപിടിക്കാം? ട്രൂ ബിയറിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം വലത്തെ സൈഡിലാണ് ഈസ്റ്റ്, അല്ലേ? ഈ വലത്തെ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പ്ലസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് വന്നാൽ പ്ലസ്, വെസ്റ്റ് വന്നാൽ മൈനസ്. അതാണ് ട്രൂ ബിയറിംഗിൻ്റെ കേസിൽ. അപ്പോൾ ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ്. ഈസ്റ്റ് തന്നിരിക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഡിക്ലിനേഷൻ, വെസ്റ്റ് തന്നിരിക്കുന്നതെങ്കിൽ മാഗ്നറ്റിക് ബിയറിംഗ് മൈനസ് ഡിക്ലിനേഷൻ. മനസ്സിലായോ? അപ്പോൾ അതാണ് വ്യത്യാസം. ഇനി മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടില്ല, ട്രൂ ബിയറിംഗ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ ട്രൂ ബിയറിംഗും ഡിക്ലിനേഷനും തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറയാം. ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇവിടെ നമ്മൾ മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുമ്പോൾ ട്രൂ ബിയറിംഗിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർക്കുക. ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രൂ ബിയറിംഗ് പ്ലസ് ആണ് ഉപയോഗിച്ചത്, ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈനസ്. ഇവിടെ മാഗ്നറ്റിക് ബിയറിംഗിന്റെ കേസിൽ ഈസ്റ്റ് വന്നു കഴിഞ്ഞാൽ മൈനസ്, വെസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്ലസ്. മനസ്സിലായോ? അപ്പം അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോബ്ലം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഈ പറയുന്ന ഡിക്ലിനേഷന്റെ പ്രോബ്ലം, ഈ 2 റൂളും ഞാൻ ഈ പറഞ്ഞ ട്രൂ ബിയറിംഗ് മാഗ്നറ്റിക് ബിയറിംഗ് കണ്ടുപിടിക്കാൻ പറഞ്ഞ 2 റൂളുണ്ടല്ലോ, ഈ 2 ഇക്വേഷനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഹോൾ സർക്കിൾ ബിയറിംഗ് മാത്രമാണ്.
റെഡ്യൂസ്ഡ് ബിയറിംഗ് ക്വസ്റ്റ്യൻ തന്നിരുന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആക്കി മാറ്റി വേണം ചെയ്യാൻ. റെഡ്യൂസ്ഡ് ബിയറിംഗ് നേരിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ ഈ റൂൾ വെച്ച് നമുക്ക് ചെയ്യാനുള്ള പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഹോൾ സർക്കിൾ ബിയറിംഗ് ആക്കിയിട്ട് ചെയ്യുക. ഈ പറയുന്ന 2 റൂളും ഹോൾ സർക്കിൾ ബിയറിംഗ് മാത്രമേ ഇതായിട്ടുള്ളൂ. പിന്നെ ചില ക്വസ്റ്റ്യൻസിൽ തരും എന്താണ്, സണ്ണിൻ്റെ കേസ് പറഞ്ഞു തരും. അപ്പം സണ്ണ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ നമ്മൾ ആലോചിക്കേണ്ട, സണ്ണെന്ന് പറയുമ്പോൾ കറക്റ്റ് നമ്മൾ ക്വാഡ്രന്റ് വരയ്ക്കില്ലേ, ഒന്നുകിൽ 180 ഡിഗ്രിയിൽ അല്ലെങ്കിൽ 360 ഡിഗ്രിയിൽ, അങ്ങനെയായിരിക്കും സണ്ണിൻ്റെ പൊസിഷൻ എന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ തന്നിരിക്കുന്നതിനകത്ത് അത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വീതം ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The magnetic bearing of a line AB is 134 degree 45 minute. Magnetic bearing ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫൈൻഡ് ഇറ്റ്സ് ട്രൂ ബിയറിംഗ്. മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്, ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കണം. ട്രൂ ബിയറിംഗ് കണ്ടുപിടിക്കുന്ന ഒരു സാധനം ഇവിടെ വേണ്ടേ? ഇഫ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 10 degree 15 minute വെസ്റ്റ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എത്ര തന്നേക്കുന്നത്? 10 degree 15 minutes വെസ്റ്റ്. വെസ്റ്റ് ആവുമ്പോൾ മാഗ്നറ്റിക് ബിയറിംഗ്, ട്രൂ ബിയറിംഗ് അല്ല കണ്ടുപിടിക്കണം. ഇക്വേഷൻ ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. തന്നിരിക്കുന്നത് വെസ്റ്റ് ആണ്, വെസ്റ്റ് ആവുമ്പോൾ മൈനസ്, ലെഫ്റ്റ് അല്ലേ, വെസ്റ്റ് ലെഫ്റ്റ് മൈനസ്. അപ്പം തന്നിരിക്കുന്നതിനകത്ത് നിന്ന് ആ ഡിക്ലിനേഷൻ അങ്ങ് മൈനസ് ചെയ്യുക, ആൻസർ കിട്ടിയില്ലേ, അതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ എ ബി ഈസ് സൗത്ത് 32 minute ഈസ്റ്റ്. തന്നിരിക്കുന്നത് എങ്ങനെയാ, ഹോൾ സർക്കിൾ ബിയറിംഗ് ആണോ ഇത്? അല്ല, ക്വാഡ്രന്റൽ ബിയറിംഗ് ആണ്. സൗത്ത് ഈസ്റ്റ് തന്നിരിക്കുന്ന ക്വാഡ്രന്റൽ ബിയറിംഗ് ആണ്. ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 8 degree 16 minute ഈസ്റ്റ്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ തന്നിരിക്കുന്നത് 8 degree 16 minute ഈസ്റ്റ്. ട്രൂ ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇക്വേഷൻ ഒക്കെ അറിയാം, ട്രൂ ബിയറിംഗ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. പക്ഷേ ഇതിന് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന സൗത്ത് ഈസ്റ്റ് എന്നുള്ള ക്വാഡ്രന്റൽ ബിയറിംഗ് മാറ്റി ഹോൾ സർക്കിൾ ബിയറിംഗ് ആക്കണം. ഹോൾ സർക്കിൾ ബിയറിംഗ് ആക്കാൻ എന്താ ചെയ്യേണ്ടത്? സൗത്ത് ഈസ്റ്റ് ക്വാഡ്രന്റ് വരച്ച് നോക്കുന്നു. സൗത്ത് ഈസ്റ്റ് എവിടെ വരും? സൗത്ത് താഴെ, ഈസ്റ്റ് ഇവിടെ. ഇപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിലാവുമ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യുക, ഹോൾ സർക്കിൾ ബിയറിംഗ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാം? ടോട്ടൽ 180 അല്ലേ, 180ക്കകത്തുനിന്ന് 32 ഡിഗ്രി, സോറി ക്വസ്റ്റ്യനകത്ത് 32 മിനിറ്റ് അല്ല കേട്ടോ, 32 ഡിഗ്രിയാണ്. 32 ഡിഗ്രി നമ്മൾ മൈനസ് ചെയ്തു, ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് 148 ഡിഗ്രി എന്ന് കിട്ടി. ഇനി 148 ഡിഗ്രിയിലൂടെ ഏതാ, ഈസ്റ്റ് അല്ലേ തന്നേക്കുന്നത്, 8 degree 16 minute ഈസ്റ്റ് അല്ലേ. ഈസ്റ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 148 ഡിഗ്രി പ്ലസ് ചെയ്താൽ മതി, പ്ലസ് 8 degree 16 minute. അപ്പോൾ നമുക്ക് ആൻസർ സൗത്ത് എന്താ 156 degree 16 minute എന്ന് കിട്ടുന്നു. അതിനെ എന്ത് ചെയ്യണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്വാഡ്രന്റൽ ബിയറിംഗ് ആക്കി മാറ്റണം. അത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ ട്രൂ ബിയറിംഗ് ഓഫ് എ ലയൺ ഈസ് 225 degree 38 minute. 225 degree 38 minute ആണ് ട്രൂ ബിയറിംഗ്. ആൻഡ് ദ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 12 degree 14 minutes. 12 degree 14 minutes വെസ്റ്റ്. വെസ്റ്റ് ആണ് തന്നേക്കുന്നത്. ട്രൂ ബിയറിംഗും തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ബിയറിംഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മാഗ്നറ്റിക് ബിയറിംഗിന്റെ കേസിൽ വെസ്റ്റ് വന്നാൽ പ്ലസ്, വെസ്റ്റ് വന്നാൽ പ്ലസ്, ഈസ്റ്റ് വന്നാൽ മൈനസ്. അപ്പം അത്രേ ഉള്ളൂ, തന്നിരിക്കുന്നതിൻ്റെ കൂടെ പ്ലസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇനി എ ലൈൻ വാസ് ഡ്രോൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈൻ വാസ് ഡ്രോൺ ടു എ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് 234 degree 40 minute on an old map when the magnetic declination was 4 degree 16 minute east. മാഗ്നറ്റിക് ബിയറിംഗ് ആണ് തന്നിട്ടുള്ളത്. മാഗ്നറ്റിക് ബിയറിംഗ് തന്നിട്ടുണ്ട്, ഡിക്ലിനേഷനും തന്നിട്ടുണ്ട്. നമുക്ക് ട്രൂ ബിയറിംഗ് ആണ് അല്ല. To what bearing should it be set now if the present magnetic declination is 2 degree 20 minute? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് തന്നിരിക്കുന്നത്, നമുക്ക് പണ്ട് ആദ്യമേ എടുത്ത് വെച്ചിരുന്നതാണ് എന്ത്, അതിൻ്റെ മാഗ്നറ്റിക് ബിയറിംഗ് വെച്ച് ആദ്യമേ എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിക്ലിനേഷൻ 4 degree 16 minute ഈസ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കും, ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറും, ചിലപ്പോൾ കാലത്തിനനുസരിച്ച് മാറും. നമ്മൾ പറഞ്ഞത് ആനുവൽ വേരിയേഷൻ, സെക്യുലർ വേരിയേഷൻ എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. പല രീതിയിൽ ഇതിന് മാറ്റം വരും. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പം ഇതിൻ്റെ മാഗ്നറ്റിക് ഡിക്ലിനേഷൻ 2 degree 20 minute ആണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴുള്ള ബിയറിംഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോഴത്തെ മാഗ്നറ്റിക് ബിയറിംഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഫസ്റ്റ് അന്നുണ്ടായിരുന്ന ട്രൂ ബിയറിംഗ് നമുക്ക് കണ്ടുപിടിക്കാം. ട്രൂ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ. ഇത് ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ? ട്രൂ ബിയറിംഗ് അല്ലേ, ഈസ്റ്റ് ആയിരുന്നു ഡിക്ലിനേഷൻ, അതുകൊണ്ട് പ്ലസ് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രൂ ബിയറിംഗ് കിട്ടി. ഇനി
ഇപ്പോഴത്തെ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ 2 ഡിഗ്രി 20 മിനിറ്റ് വെസ്റ്റ് ആണ്. അപ്പോൾ അത് വെച്ച് മാഗ്നറ്റിക് ബിയറിംഗ് നമുക്ക് കണ്ടുപിടിക്കാം. ആ ട്രൂ ബിയറിംഗ് എടുത്ത് വെസ്റ്റ് അല്ലേ, വെസ്റ്റ് ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ്. മാഗ്നറ്റിക് ബിയറിങ്ങിൻ്റെ കേസിൽ വെസ്റ്റ് ആകുമ്പോൾ പ്ലസ്. അതിട്ട് ആൻസർ കിട്ടി. അപ്പോൾ ഇപ്പോൾ അതായിരിക്കും ഇപ്പോഴത്തെ അതിൻ്റെ ബിയറിംഗ് എന്ന് പറയുന്നത് 241 ഡിഗ്രി 16 മിനിറ്റ് ആയിരിക്കും.